Hi everyone, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് ഒന്നല്ല രണ്ട് പേരെയാണ്, രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമുക്ക് ഇന്നുള്ളത്. മറ്റാരുമല്ല, ഹോണ്ടയുടെ സ്വന്തം ലക്ഷറി സെഡാനായ ഹോണ്ട അക്കോർഡ്. പെർഫോമൻസിന്റെ കാര്യത്തിലായാലും ലക്ഷറി സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഈ ഒരു സെഗ്മെന്റിൽ ഇവനെ വെല്ലാൻ ശരിക്കും ആ കാലത്ത് വണ്ടി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് രണ്ടും 2009 മോഡൽ 2.4 IV ടെക് പെട്രോൾ അക്കോർഡ്. ഡീസൽ വരുന്നില്ല, പെട്രോൾ മാത്രം അക്കോർഡിൽ വരുന്നുള്ളൂ. രണ്ടും സെയിം സ്പെക്ക് വണ്ടി തന്നെയാണ്. കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് രണ്ട് വണ്ടിയും ഒന്ന് പരിചയപ്പെടാം. ക്ലീൻ സ്പെക്കിൽ ബിൽഡ് ചെയ്ത ഒരു വൈറ്റ് അക്കോർഡും അതുപോലെ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ട് മോഡിഫൈ ചെയ്ത ഒരു റെഡ് അക്കോർഡും രണ്ടും ഒരുമിച്ച് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ റെഡ് അക്കോർഡിന്റെ ഓണർ നമ്മുടെ ഫ്രണ്ട് വിശാഖ് ബ്രോ ഈ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഹായ് ബ്രോ. അപ്പോൾ ബ്രോ, വണ്ടിയുടെ വിശേഷങ്ങൾ ഇതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ പണിഞ്ഞിറക്കിയിട്ട്? 6 മാസമാവുന്നു വണ്ടി ഫുള്ള് പണിയാൻ. ഓക്കെ, ഈ വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ അക്കോർഡും മോട്ടോലാബ്സ് നെയ്യാറ്റിങ്കരയിലാണ് വണ്ടി പണിഞ്ഞിരിക്കുന്നത്. ആ കിടക്കുന്ന വെള്ള അക്കോർഡ് എന്ന് പറയുന്നത് മോട്ടോലാബ്സ് നെയ്യാറ്റിങ്കരയുടെ ഓണറുടെ തന്നെ വണ്ടിയാണ്. എന്തായാലും നമുക്ക് രണ്ട് വണ്ടി കൂടുതൽ വിശദമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ബ്രോ, വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ മോഡ്സ് ആണ് ഫ്രണ്ടിൽ വരുത്തിയിരിക്കുന്നത്? സ്കർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിത്ത് DRL വരുന്ന ടൈപ്പ് പ്രൊജക്ടർ. ഓക്കെ, പിന്നെ ബാർ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ഓക്കെ, ഗ്രില്ല് ഇത് മാറ്റിയിട്ടുണ്ടോ? ഇല്ല, സ്റ്റോക്കിൽ പെയിന്റ് മാറ്റിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്പർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹണികോം മെഷ് കൊടുത്തിട്ടുണ്ട്, ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഫോഗ് മാറ്റിയിട്ടുണ്ട്. ഫോഗിൽ 3 കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രൈ കളർ ഫോഗിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് ബോണ്ടിനകത്ത് ഹുഡ് പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഓ, ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് അല്ലേ? അതെ, ലൈം യെല്ലോ ഓറഞ്ച് പോലെ ഒരു കളർ അല്ലേ? അതെ. ഓക്കെ, പെർഫോമൻസ് ട്യൂണിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. എക്സോസ്റ്റ് റിമോസിന്റെ ചെയ്തിട്ടുള്ളൂ. ട്യൂണിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോണേ ഉള്ളൂ. ഓക്കെ, ഇത് ഹൈഡ്രോളിക് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്താണോ? സ്റ്റോക്ക് അങ്ങനെ തന്നെ വരുന്നതല്ലേ? ഈ കളർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. റെഡുമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഒരു കളർ, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിനകത്ത് തന്നെ. അപ്പം ബ്രോ, ഈ പെയിന്റിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ക്യാൻഡി റെഡ് പണ്ടേ മുതൽ താല്പര്യമായിരുന്നു. ഓക്കെ, ഞാൻ ചുരുക്കം എനിക്ക് അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷെ അക്കോർഡിന് ഭയങ്കര അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. പെയിന്റ് സെലക്ഷൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സിൽവർ ആയിരുന്നല്ലേ വണ്ടി? ഓക്കെ ബ്രോ, ഇത് ഫസ്റ്റ് എടുത്തതാണോ അതോ സെക്കൻഡ് എടുത്തതാണോ? സെക്കൻഡ് എടുത്തതാ. പണിയാൻ വേണ്ടി തന്നെ അക്കോർഡ് പണിയണമെന്ന് ആഗ്രഹിച്ചു തന്നെ? ഹോണ്ട സിറ്റിയിലോട്ടായിരുന്നു താല്പര്യം. അതിന്റെ ഒരു ലുക്ക് ഇല്ലാതുകൊണ്ട് ഹോണ്ട അക്കോർഡിലാണ് എനിക്ക് താല്പര്യമായിരുന്നു. അങ്ങനെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്? സൈഡ് സ്കർട്ട് ചെയ്തിട്ടുണ്ട്, വണ്ടി സ്കർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. വീൽസിലേക്ക് വരുമ്പോൾ അല കയറ്റിട്ടുണ്ട്, ലോ പ്രൊഫൈൽ ടയർ കയറ്റിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം 18 ഇഞ്ച് അല്ലേ? 18 ഇഞ്ച്. സ്റ്റോക്ക് 15 അല്ലേ വരുന്നത്? 15 വരുന്നത്. ഇപ്പൊ 18 അപ്സൈസ് കാലിപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്പ്രിംഗ് മാറ്റിയിട്ടുണ്ട്, ലോവർ സ്പ്രിംഗ് ആക്കിയിട്ടുണ്ട്, വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ സൈഡ് സ്കർട്ട് കാര്യങ്ങൾ ടിൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഒത്തിരി ഹെവി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് ആയിട്ട് തന്നെ വെച്ചേക്കുന്നു. ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ലിവർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നോർമൽ തന്നെ, സ്റ്റോക്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തേക്കുക വണ്ടി. എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടാലോ? മാരകം.
വാൽവട്രോണിക്കിന്റെ എക്സോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റീമോസിന്റെ. അതുപോലെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ടെയിൽ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ സ്മോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഇല്ല, ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഓക്കെ, ഇത് ആ കളർ അങ്ങനെ തന്നെ വരുന്നതാണ്, സ്മോക്ക് ഇഫക്റ്റ് പോലെ തന്നെ. അതെ, ഇതെല്ലാം LED ആക്കിയിട്ടുണ്ട്. LED. ഓക്കെ, അതുപോലെ ഡക്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. റീമോസിന്റെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോണ്ടയുടെ എംബ്ലോം കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ആ റെഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. രസമുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇതിൽ അങ്ങനെ കാര്യമായ വർക്ക്സും കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റോക്ക് ആയിട്ട് നീറ്റ് ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്തേക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വിത്ത് DRL വരുന്ന പ്രൊജക്ടർ. ഓക്കെ, പിന്നെ ഒരു വൈറ്റ് കളറിൽ ഫ്രണ്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. നമ്പർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റോക്ക് ആയിട്ട് തന്നെ നീറ്റ് ആയിട്ട് ആ ഒരു മോഡൽ കൊണ്ടുപോകും. ഇതിന് സൈഡ് പ്രൊഫൈലിൽ കാര്യമായ മാറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ല. വീൽസ് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് 15 വേറെ അങ്ങനെ ബാക്കിലും പറയത്തക്ക മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതില് പെർഫോമൻസ് മോഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എക്സോസ്റ്റ് കാര്യങ്ങൾ സ്റ്റോക്ക്. ഓക്കെ, ആ ഒരു അലോയ് കൊടുത്തിരിക്കുന്നു. പിന്നെ ആ ഒരു വൈറ്റ് വണ്ടിയുടെ ലുക്ക് വൈറ്റ് അക്കോർഡും ഒരു ലക്ഷറി ലുക്ക് ഉണ്ടല്ലേ? ഇതിന് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കളറ് പിന്നെ ടോപ്പും സെയിം കളർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കളറ് ബെർഗണ്ടി ആണോ അതോ മറൂണോ? ബ്രൗൺ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കേട്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. ബ്രോ, അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്, ലൈക്ക് ഫ്യൂച്ചർ മോഡിഫിക്കേഷൻ പ്ലാൻസ്? എയർ ചെയ്യണം അല്ലേ? ട്യൂണിങ്, മാപ്പ് ചെയ്യാനുള്ള പ്ലാനാ? ഓക്കെ, ഇത് രണ്ട് വണ്ടിയും എയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? രണ്ട് വണ്ടി എയർ. ഓക്കെ, ഇതപ്പം സ്കേർട്ട് ബോഡി കിറ്റ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്? എല്ലാം പ്ലാൻ ഉണ്ട്. ചെയ്ത് എയർ ചെയ്യാൻ വേണ്ടി. ഇതിനിപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, എയർ മാത്രം ചെയ്യാം. ഓക്കെ, വണ്ടിയുടെ കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. റെഡ്. വണ്ടി അത്യാവശ്യം ലോഡ് ആയതുകൊണ്ട് കയറ്റി ഇറക്കാൻ ചെയ്യുന്നതൊക്കെ പാടാണല്ലേ? ബുദ്ധിമുട്ടാണ്. ഓക്കെ, ക്രൗഡ് പുള്ളർ ആണല്ലേ? എവിടെ ഇറങ്ങി കഴിഞ്ഞാലും നോട്ടം വണ്ടിയിട്ട്. ഒന്നാമത് അക്കോട് വാരക വണ്ടി, അതിന്റെ കൂടെ സൗണ്ട്, പിന്നെ കളർ അടിപൊളി. എനിക്ക് ചുമ്മാ തീ നിന്ന് പറക്കും കേട്ടോ വണ്ടി. കുട്ടി ഫ്ലൈറ്റ് അല്ലേ? ബ്രോ ഡെയിലി യൂസിന് എടുക്കുമോ അതോ വീക്കെൻഡ് ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? പവർ ഔട്ട്പുട്ട് മാറുക, ഒരു രക്ഷയില്ല. റെസ്പോൺസ് ഭയങ്കര അല്ലേ? റെസ്പോൺസ് അത് ഹൈവീട്ടെ കൂടാണ് എഞ്ചിൻ, അത് നമ്മൾ ഓർക്കണം. ലോ എൻഡിലായാലും ഹൈ എൻഡിലായാലും റെസ്പോൺസ് ഭയങ്കര. പിന്നെ അക്കോർഡിന്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം അല്ലേ, ലെഗ് റൂമും സ്പേഷ്യസ് ആ വണ്ടി. ബ്രോ, വണ്ടി ഫുള്ള് ബ്രോഡ് ഐഡിയയിൽ തന്നെയാണോ പണിഞ്ഞത്? കളർ ചൂസ് ചെയ്തതും ഇന്ന കാര്യങ്ങൾ വേണോന്ന് നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യില്ല? ഇപ്പൊ ഒരു വിഷൻ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, എന്തുകൊണ്ട് അക്കോഡ്? വലുതായിട്ട് ആരും ഇല്ലായിരുന്നു. ഓക്കെ, ആ ഒരു സമയത്ത്. പിന്നെ എനിക്കൊന്ന് മോഡ് ചെയ്യാൻ ഒരു അക്രമ വണ്ടിയല്ലേ, ആ ഒരു പ്രസൻസ് കൊണ്ടും റോഡ് പ്രസൻസ് അടിപൊളിയാണ്. പെർഫോമൻസ് വൈസ് വരുമ്പോഴും രക്ഷയില്ല, യാത്രാ സുഖവും. ഓക്കെ, അറിയേണ്ട ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് മൈലേജ് കിട്ടുന്നത്? മൈലേജ് 4 to 5. നമ്മളത് മര്യാദക്ക് പോയാലോ ആണോ അതോ കാലു എടുത്തു കഴിഞ്ഞാൽ 4 to 5, അല്ലെങ്കിൽ 6. ഓക്കെ, ഒറ്റ സ്ട്രെച്ച് ഹൈവേ ഒക്കെ കയറുമ്പോ എങ്ങനെ? കുഴപ്പമില്ല, ഒരു 7-8. ഇതുപോലെ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് നല്ല എമൗണ്ട് ആണ് കയറി കഴിഞ്ഞാൽ. പാർട്സിന്റെ അവൈലബിലിറ്റിയോ? ഡിലേ ആണല്ലേ? ഓർഡർ ചെയ്ത് വരുത്തും, നമുക്ക് ചെന്നാ സാധനം കാണത്തില്ലല്ലേ? ഓർഡർ ചെയ്ത് വരുത്താനേ പറ്റുള്ളൂ. അപ്പൊ ഒരു മേജർ കംപ്ലൈന്റ് എന്തെങ്കിലും വന്ന് റോഡിൽ വീണ ഫ്ലാറ്റ് ബെഡിൽ എടുത്തുകൊണ്ട് പോകാന്നുള്ളതേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. സർവീസ് ഭയങ്കര കോസ്റ്റ് ആണ്, സർവീസ് ചാർജ് ആണ്. പാർട്സിന് വരെ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഹോണ്ടയും കൂടെ അല്ലേ? ഹോണ്ട
അത്യാവശ്യം റിലയബിൾ ആണെന്ന് തോന്നല്ലേ നിൽക്കുന്ന സമയത്ത് ഇട്ടാ കിടന്നോളും തോന്നല്ലേ അപ്പൊ ബ്രോ ഈ രണ്ട് മോൺസ്റ്റേഴ്സിനെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതിൽ ഒരുപാട് താങ്ക്സ്. വണ്ടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കസ്റ്റം പെയിന്റ് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇവനെ മേയിച്ചുകൊണ്ട് നടക്കാൻ അപ്പൊ എങ്ങനെയാണ്, എന്താണ് ബ്രോയുടെ പരിപാടികൾ? ബിസിനസ് ആണ്, ബൈക്കിന്റെ അക്സസറി ഷോപ്പാണ്. എവിടെ? ഇവിടെ ട്രിവാൻഡ്രം തന്നെ, കൊറ്റാമ. എന്താ ഷോപ്പിന്റെ പേര്? ഹെൽമെറ്റ് സ്റ്റുഡിയോ. ബൈക്കിന്റെ എല്ലാ അക്സസറീസ് കാര്യങ്ങളെല്ലാം ലിങ്ക് എന്തായാലും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.